പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 118 അധ്യായം 8 വാക്യം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയ മക്കളെ, യഹോവയിലുള്ള ആശ്രയമാണ് എപ്പോഴും ഏതു നേരത്തും എവിടെയും നമുക്ക് ഉപകരിക്കുന്നത്. മനുഷ്യരിലുള്ള ആശ്രയം ചില പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. നമ്മോട് കൂടെ എപ്പോഴും കാണുമെന്ന് നാം വിശ്വാസം ഉറപ്പിച്ചിരിക്കുമ്പോഴായിരിക്കും അവരിൽ നിന്നുള്ള അകൽച്ച നാം പതുക്കെ പതുക്കെ അറിയുവാൻ തുടങ്ങുന്നത്. അതിന് കൂടുതൽ സമയം ഒന്നും വേണ്ട. നോക്കൂ, നമുക്കൊരു സഹായം വേണ്ടി വരുമെന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തന്നെ ആ സ്നേഹിതൻ പതുക്കെ നമ്മിൽ നിന്ന് അകലുവാൻ തുടങ്ങും. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചുരുക്കം ചിലരുണ്ട് ഏതു നേരത്തും നമ്മെ സഹായിക്കുവാൻ നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ. എങ്കിലും ഞാൻ എപ്പോഴും പറയുന്നു, ദൈവത്തിലുള്ള ആശ്രയമാണ് നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് വേണ്ടുന്നത്. പ്രിയർ, ഇവിടെ പറഞ്ഞ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതല്ല നല്ലത്. ഹല്ലേലൂയ. മനുഷ്യരുടെ ആശ്രയം പരിധിക്കുള്ളിലാണ് പ്രിയ മക്കളെ. പരിധിയും പരിമിതിയും ഇല്ലാതെ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഏതു നേരത്ത് നമ്മുടെ അടുക്കളയിൽ കടന്നു വന്ന് നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മെ സഹായിക്കും. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥേസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നതെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. പ്രിയ മക്കളെ, നോക്കൂ, ഈ വാക്യത്തില് 38 വർഷം രോഗാവസ്ഥയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന സമയത്ത് ഇറക്കുവാൻ അല്ലെങ്കിൽ ഇറങ്ങുവാൻ ആരുമില്ല. പക്ഷെ ഇദ്ദേഹം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴപ്പോൾ വരുന്നവർ വരെ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുന്നു. എനിക്കോ ഇതുവരെയും സൗഖ്യമാകുവാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ണിന് മുമ്പിൽ പല രോഗികളെ സൗഖ്യം പ്രാപിച്ചു കിടക്കുന്നു, കടന്നു പോകുന്നു. പ്രിയരെ, പലരും ഇതുപോലെയാണ്. എൻ്റെ മുമ്പിൽ വിടുതൽ നടക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ എനിക്കെന്താണ് എൻ്റെ വിഷയത്തിന് ഇതുവരെ മറുപടി കിട്ടാത്തത്? എന്താണ് ഒരു വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്തത്? ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ അടുക്കലേക്ക് കർത്താപ്പച്ചൻ കടന്നു വരും. ഹല്ലേലൂയ. നോക്ക്, ഈ രോഗിയായ മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. 38 വർഷം. നോക്കൂ, നമ്മളെ 38 ഹല്ലേലൂയ വർഷം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് പ്രിയ മക്കളെ? ഹല്ലേലൂയ, 13,680 ദിവസം. നാം ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത്രയും നാൾ ഹല്ലേലൂയ ആ ഒരു കിടക്കയിൽ കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നോക്ക്, ഇദ്ദേഹം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പക്ഷെ ഇദ്ദേഹം പറയാണ്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഇതുപോലാണ് നമ്മോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ വന്ന കാര്യവും ഇനിയുള്ളതും അതും ഇതുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യേശു അപ്പച്ചൻ ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാൻ?
ഹല്ലേലൂയ. നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയ മക്കളെ വിടുതൽ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറഞ്ഞു യേശു ഈ മനുഷ്യനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശു അപ്പച്ചൻ പറയുന്നത് കേട്ട് അനുസരിക്കുകയാണെങ്കിൽ അവിടെ വിടുതൽ. നോക്ക്, അവൻ്റെ പരാതി എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല. പ്രിയരെ, നമ്മുടെ പരാതി പറയേണ്ടവരോട് പറയുകയാണെങ്കിൽ വിഷയത്തിന് മറുപടി ലഭിക്കും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഉടനെ സൗഖ്യമായി തൻ്റെ കിടക്ക എടുത്തു നടന്നു. ഹല്ലേലൂയ. നോക്കൂ, എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയുവാനുള്ളത്, യേശു നിങ്ങൾക്ക് വേണ്ടി ഏതു നേരത്തും കൂടെയുണ്ട്. ഹല്ലേലൂയ. പലരും നമ്മിൽ നിന്ന് അകന്നു മാറും. നാം ബലഹീനരാകുമ്പോൾ, ഹല്ലേലൂയ, ബലഹീനൻ കാണുമ്പോൾ എല്ലാവരും കൈ ഒഴിയും. പ്രിയ ദൈവമക്കളെ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ യഹോവയിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ബലഹീനതയിൽ താങ്ങുന്ന, ഹല്ലേലൂയ, ആ തികഞ്ഞു വരുന്ന ആ ദൈവിക ശക്തിയാൽ നമ്മെ നിറയ്ക്കുവാൻ നമ്മുടെ ദൈവശക്തനാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. സഹായമില്ല എന്ന് തോന്നുന്ന, അതായത് സമയത്താണ്, ആരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് യേശു കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നോക്കൂ, ഇവനോട് ചോദിക്കും, നിനക്കാരുമില്ല എന്താ? ഞാൻ നിനക്കുണ്ട്, നിനക്ക് സൗഖ്യമാ മനസ്സും, നീ കിടക്ക എടുത്ത് നടക്ക്. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അത്യന്ത ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ദൈവിക കൃപയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവിക വിടുതൽ അനുഭവിപ്പാൻ, ഹല്ലേലൂയ, സന്തോഷിച്ച് തുള്ളിച്ചാടി നടക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. പ്രിയ മക്കളെ, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മെ ചാരത്തണച്ച്, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്തുന്ന അപ്പൻ, നമ്മുടെ ഏത് വിഷയമാണെങ്കിലും കർത്താപ്പൻ കൂടെയുണ്ട്. നോക്കൂ, 38 വർഷമായിട്ട് ഇവന്റെ അടുക്കൽ നിന്ന് പലരും സൗഖ്യമായി പോകുന്നത് ഇവൻ കണ്ടു കിടക്കുമ്പോൾ, ഹല്ലേലൂയ, പലരും ഇവനെ സഹായിക്കുവാൻ വന്നു കാണുമായിരിക്കും. പക്ഷെ അതിനു മുന്നേ, ഇവനെ എടുത്തുകൊണ്ട് ചെല്ലുന്നതിന് മുമ്പേ തന്നെ പലരും സൗഖ്യമായി കടന്നു പോകും. പ്രിയ മക്കളെ, നമ്മുടെ ഹല്ലേലൂയ ബലഹീന അവസ്ഥകളെ, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ പലരും നമ്മിൽ നിന്ന് മാറിപ്പോയി കളഞ്ഞു കാണാം. നമ്മെ സഹായിക്കേണ്ട സമയത്ത് അവരെല്ലാം മാറി നിന്ന് കാണാം. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ മാറി നിൽക്കത്തില്ല. ഹല്ലേലൂയ. നമ്മെ അടുക്കലേക്ക് കടന്നു വരും. നിന്റെ ആവശ്യം ഞാൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്ന അപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ഹല്ലേലൂയ, നമ്മെ സഹായിക്കുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഇവിടെ അവൻ പറഞ്ഞത് അനുസരിച്ചു. ഹല്ലേലൂയ. അതായത് പറയുന്നത് കേൾക്കുക. ഇവിടെ പറഞ്ഞല്ലോ, യേശുവിനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക. നോക്കൂ, നാം എഴുന്നേൽക്കണം. ഈ ദിനങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കണം. പ്രിയ മക്കളെ, കിടക്കിയെടുക്കണം, നമ്മൾ നടക്കണം. ഹല്ലേലൂയ. യേശുപ്പന്റെ വചനവുമായിട്ട് നമ്മളെ എഴുന്നേറ്റ് നടക്കുന്നവരായി, ദൈവത്തിന്റെ സുവിശേഷം പറയുന്നവരായി തീരണം. കർത്താവിനെ വിടുവിച്ചത് പറയുന്നവരായി തീരണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. യേശുപ്പന്റെ വരവിനെ നോക്കി പാർക്കുവാൻ നാം ഒരുക്കമുള്ളവരായി തീരണം. പ്രിയ മക്കളെ, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ദിനങ്ങളിൽ ഉറപ്പോടെ, ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. എത്ര പഴക്കമുള്ളതാകട്ടെ, നിന്റെ വിഷയങ്ങൾ ഏത് പഴക്കമുള്ളതാകട്ടെ, ഹല്ലേലൂയ, ഏത് അവസ്ഥയിലുള്ളതാകട്ടെ, അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തുവാൻ നമ്മുടെ അപ്പന് കഴിയും. ഹല്ലേലൂയ. മനുഷ്യരുടെ കരങ്ങളാണ്, ഹല്ലേലൂയ, അത് കുറുകിപ്പോകുന്നത്. നമ്മുടെ അപ്പന്റെ കരങ്ങൾ കുറുകത്തില്ല. ഹല്ലേലൂയ. അപ്പൻ കേൾക്കാതെ വണ്ണം അപ്പന്റെ ചെവി മന്ദമായിട്ടില്ല. നമുക്ക് വേണ്ടി കരുതുന്ന അപ്പന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ബലഹീനതയൊക്കെ മാറ്റിത്തരുക. അപ്പൻ ശക്തനാണ്. നമ്മുടെ ഉറവ്, ഹല്ലേലൂയ, ഉള്ളമറിയുന്ന അപ്പൻ്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയം തരുന്ന കർത്താവിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ആ സഹായം വരുന്ന കർത്താവിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ഒറ്റപ്പെട്ട് കഴിയുന്ന, ഹല്ലേലൂയ, പലരാലും നിന്നെ അനുഭവിക്കുന്ന ജീവിതമേ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ സഹായിക്കുന്ന അപ്പൻ കൂടെയുണ്ട്. കർത്താപ്പൻ്റെ കരം കൂടെയുണ്ട്. മനുഷ്യരുടെ ആശ്രയമല്ല വേണ്ടുന്നത്, യഹോവയുടെ ആശ്രയമാണ് വേണ്ടത്. ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുത കരം നീട്ടണമേ. ദൈവം സഹായിക്കണമേ. ആശ്രയം വേണ്ടുന്നവരുടെ അടുക്കളയ്ക്ക് അപ്പം
ഉയർത്തണം അപ്പാ. അപ്പൻ്റെ സഹായം ഹല്ലേലൂയ ഓരോ മക്കളും അനുഭവിപ്പാനും ഇടയാകട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.